കവറ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥ ഉടയം വരുവാണെങ്കിൽ കൊടുക്കും. മറ്റുള്ളവന്റെ പൈസ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളാണെങ്കിൽ അധ്വാനിച്ച് കിട്ടുന്ന പൈസ മാത്രമേ ഒതുകത്തുള്ളൂ. ഇന്നലെ ചേട്ടന്റെ കടയിൽ 3 ലക്ഷം രൂപയാണ് ഒരാൾ മറന്നു വെച്ചിട്ട് പോയത്. നമുക്ക് ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. കൃത്യമായി ആളുടെ കയ്യിൽ കൊടുത്തു. സത്യസന്ധയ്ക്ക് അവന് സന്തോഷമെന്നേ പറയാനൊക്കെ. അവൻ ചെയ്തതില് ഇത് കണ്ടു വേണം ആൾക്കാർ പഠിക്കാൻ. സത്യസന്ധനായ ഒരു മീൻകാരൻ ചേട്ടനാണിത്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. അന്യന്റെ മുതലല്ല, നമ്മൾ അധ്വാനിക്കുന്ന മുതലാണ്. അധ്വാനിക്കുന്ന പൈസ മതി. എല്ലാവരും തരാവേ. വാരി 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 1 കിലോ 100 സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ. ഒരു സത്യസന്ധനായ മീൻ കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ചേട്ടന്റെ പേര് അനസ് എന്നാണ്. പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. സ്ലോയായിട്ട് ഞെട്ടിപ്പോകുമല്ലോ. ഞാൻ ഞെട്ടിയപ്പോഴത്തേക്ക് പാവം പിടിച്ചതിന് വിഷമം എനിക്കറിയാം. കളഞ്ഞു പോകുന്നവരെ വിഷമം എന്റെ പൈസ കളഞ്ഞു കൊടുത്തു. പയ്യനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ ആളുകൾ വന്നു, ആ പൈസ കൊടുത്തു. എങ്ങനെ തിരിച്ചറിഞ്ഞു? വേറെ പൊതിക്കെട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും വേറെ അടയാളം പറയാൻ പറഞ്ഞു. അപ്പൊ അടയാളം പറയാൻ അടയാളം ഉണ്ടായിരുന്നു. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സന്തോഷം, ഞങ്ങൾ ഹാപ്പിയായി. ഇതിന് മുമ്പ് ഇതുപോലെ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കടപ്പുറത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു വാഗണാർ പാസ് ചെയ്തു പോയായിരുന്നു. പൈസ കുറെ തെറിച്ച് ഒരു വീട്ടിന്റെ ഫ്രണ്ടിലാണ്. തൊട്ട് ബാക്കി വെച്ച് നമ്മളിത് കണ്ടു. നമ്മുടെ കിട്ടിയത് നമ്മളത് കളക്ട് ചെയ്തിട്ട് പുള്ളിയുടെ പുറകെ പോയി കണ്ടില്ല. നമുക്കിത് പുള്ളിയെ ഒന്ന് കണ്ടെത്തിയിട്ട് ലാസ്റ്റ് ഏൽപ്പിക്കാം. ഞങ്ങളെ തിരിച്ച് വീണ്ടും പൈസ കിട്ടിയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തി. അപ്പൊ ആ പുള്ളി വളരെ സങ്കടത്തോടെ കരഞ്ഞോണ്ട് ഞങ്ങളെ കറക്റ്റായിട്ട് കൊടുത്തു. ഭയങ്കര സന്തോഷം. കാരണം പുള്ളി ഗൾഫിൽ നിന്ന് വന്ന് തടിക്കച്ചവടം ചെയ്ത് പാളിയൊക്കെ ലാസ്റ്റ് കച്ചവടത്തിൽ പോയ പൈസ അടൂർ ഏഴംകുളമാണ്.